ഹലോ, എല്ലാവർക്കും നമസ്കാരം. അബിയുടെയും ജാനകിയുടെയും വീടിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അബിയെ കാണാനില്ലാതെ എല്ലാവരും ടെൻഷൻ അടിച്ച് നടക്കുകയാണ്. ഈ സമയത്താണെങ്കിലും അങ്ങോട്ടേക്ക് കറക്റ്റായിട്ട് നമ്മുടെ ശരണു എത്തി. ശരൺ എന്തിനാ ദൈവമേ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നേന്നും പറഞ്ഞ് നമ്മുടെ ജാനകി ഭയങ്കര ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പം ജാനകിയെ കണ്ടതും നമ്മുടെ ശരൺ ജാനകിയുടെ അടുത്തേക്ക് ചെല്ലാൻ ഒരുങ്ങുമ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അമല് ഓടി ചെന്നിട്ട് നമ്മുടെ ശരണിൻ്റെ ഷർട്ടിൻ്റെ കോളറിന് കുത്തിപ്പിടിക്കുക. എടാ സത്യം പറയും, അജയേട്ടൻ എവിടെ പോയതാ, നീയല്ലേ അയാളെ തട്ടിക്കൊണ്ട് പോയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ശരിക്കും നമ്മുടെ ശരൺ പറഞ്ഞു, നീ എന്തൊക്കെയാ അമല ഈ പറയുന്നത്? ഞാൻ എന്ത് ചെയ്തെന്നാ ഈ പറയുന്നത്? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലടാ. അജയ് ഇപ്പോഴാണ് ഇവിടെ ഇല്ല എന്നുള്ള സത്യം പോലും അത് നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അല്ലാതെ ഞാൻ ഒരിക്കലും അവനെ തട്ടിക്കൊണ്ടു പോവേണ്ട ഒരു കാര്യം എനിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ സത്യസന്ധതയൊക്കെ പറയുകയാണ്. പക്ഷേ ഇതൊന്നും കേട്ടിട്ടും ആരും തന്നെ വിശ്വസിക്കുന്നില്ല. നമ്മുടെ അജയെ തട്ടിക്കൊണ്ടു പോയത് ശരണാണെന്ന് തമ്പി അവിടെ വന്നിട്ട് ശരണിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോനെ ഐസ് കട്ടയ്ക്കാണോ നീ പെയിൻ്റ് അടിക്കുന്നത്? നീ അന്ന് വെള്ളം അടിച്ച് അവിടെ വന്ന സമയത്ത് എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ടല്ലേ വെല്ലുവിളിയൊക്കെ നടത്തിയത്. അപ്പം നീ തന്നെയാണ് അജയെ തട്ടിക്കൊണ്ടു പോയതെന്ന് നമ്മുടെ തമ്പി വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ അഭി ചെന്നിട്ട് ശരണിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, എടാ സത്യം പറയും, ഇത്രയും കാലവും എൻ്റെ പെങ്ങളുടെ ഭർത്താവാണെന്ന് ഉള്ള ആ ഒരു പരിഗണന തന്നുകൊണ്ടാണ് നിന്നോട് ഞാൻ സംസാരിച്ചത്. ഇപ്പം ഞങ്ങളുടെ കുടുംബത്തെ മുഴുവൻ നാണം കെടുത്തി നിർത്തിയിരിക്കുക നീ. സത്യം പറഞ്ഞോളാം പറഞ്ഞ് അഭിയും നമ്മുടെ ശരണിനെ തല്ലാൻ പിടിക്കുക. അപ്പം ഈ സമയത്ത് അമൃത അങ്ങോട്ട് വന്നു. എടോ തന്നെ ആരോടോ കല്യാണം വിളിച്ചത്? താൻ എന്തിനാണ്ടോ ആ ഹണി റോസിനെ ഇങ്ങോട്ട് വിളിച്ചത്? അത് അവിടെ വന്ന് ഞാൻ ആ പ്രശ്നം ഉണ്ടാക്കുന്നതിന് മുന്നേ എനിക്ക് അജയ് കുറച്ച് ലെറ്റേഴ്സൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സിനെ ഞാൻ വിളിച്ച കൂടെ ഹണി റോസിനെയും കൂടി വിളിച്ചതാണ്, അല്ലാണ്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇവൻ തടി തപ്പാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ടും നമ്മുടെ ജാനകിയാണെങ്കിൽ ആ ഒരു തീരുമാനം എടുക്കുക, ഇതിന് പിന്നിൽ തമ്പിയും മകളും തന്നെയാണ് കളിച്ചിരിക്കുന്നതെന്ന് ജാനകി അങ്ങോട്ട് ഉറപ്പിച്ചു. അതിനുശേഷം ജാനകി നേരെ പോവുക. ഈ ഒരു പ്രശ്നമൊക്കെ സോൾവ് ചെയ്തിട്ട് അവൾ നേരെ നമ്മുടെ തമ്പിയുടെ ഭാര്യയായിട്ടുള്ള വസുന്ധരയുടെ അടുത്തേക്ക് ചെല്ലുക. എന്നിട്ട് പുള്ളിക്കാരിയോട് പറഞ്ഞു, അതേ അഭിയേട്ടൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്യാൻ വേണ്ടി പോയിരിക്കുക. എന്തായാലും ഇനി ആ ഒരു കേസ് കൂടി വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമാകും. അതുകൊണ്ട് വസുന്ധരാമ്മ നിങ്ങൾ സത്യം പറഞ്ഞോ, തമ്പിയും അതുപോലെ തന്നെ അപർണയും കൂടി ചേർന്നിട്ടല്ലേ അജയ് ഇങ്ങനെയുള്ളൊരു കേസിൽ പെടുത്തിയതും അജയ് ഇവിടുന്ന് തട്ടിക്കൊണ്ടു പോയതും എന്നുള്ള കാര്യം. അപ്പം ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മുടെ വസുന്ധരയുടെ മുഖത്ത് ചില ഭാവവ്യത്യാസങ്ങളൊക്കെ വരികയാണ്. പുള്ളിക്കാരി ആരെയോ ഭയക്കുന്നത് പോലെ ജാനകിക്ക് തോന്നുക. ജാനകി ആ സത്യങ്ങൾ മുഴുവനും വസുന്ധരയുടെ വായിൽ നിന്ന് തന്നെ പറയിപ്പിക്കുക. അപ്പോൾ വസുന്ധര പറഞ്ഞു, അതെ എൻ്റെ ഭർത്താവിനും മകൾക്കും ഒരു തെറ്റ് പറ്റിപ്പോയി, അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി മോള് ഇതൊരു പ്രശ്നമാക്കണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ ജാനകി അത് അഭിയുടെ അടുത്തേക്ക് പറയുകയാണ്. അങ്ങനെ അഭിയും അതുപോലെ സൂര്യനാരായണനും അമലും ഒക്കെ ചേർന്ന് നമ്മുടെ അജയെ അന്വേഷിച്ച് ഇറങ്ങിത്തിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണെങ്കിലും നമ്മുടെ അപർണ നേരെ ചെല്ലുകയാണ് നിരഞ്ജനയുടെ അടുത്തേക്ക്. വധുവായിട്ട് നിൽക്കുന്ന നിരഞ്ജനയെ കുത്താൻ കിട്ടുന്ന ഒരവസരവും പുള്ളിക്കാരി പാഴാക്കുന്നില്ലല്ലോ. അങ്ങനെ അടുത്തേക്ക് ചെന്നിട്ട് സംസാരിച്ചു, അതെ എങ്ങനെയുണ്ട് ഇപ്പം? നിനക്ക് മനസ്സിലായില്ലേ അവൻ്റെ തനി സ്വഭാവം? അവൻ ഇത്രയും കാലവും നിന്നെ പറ്റിക്കുകയായിരുന്നെന്നേ. ഇനി അവൻ വരാനൊന്നും പോകുന്നില്ല. ഇല്ല, അവൻ വരും. വരാതെ എവിടെ പോവാനാ? എനിക്ക് ജാനിയേട്ടത്തി അതിനുള്ള ഒരു ഉറപ്പൊക്കെ തന്നിട്ടുണ്ട്. ഇനി എന്തായാലും നീ പറയുന്നതും കേട്ട് ആത്മഹത്യ ചെയ്യാനൊന്നും ഞാൻ ഒരുങ്ങില്ല എന്ന് നിരഞ്ജന സ്ട്രോങ് ആയിട്ട് നിന്ന് പറയുക. അപ്പം ജാനകി വന്ന് നിരഞ്ജനയെ കണ്ട് കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചിട്ടുണ്ട്. ഇതിന് പിന്നിൽ കളിച്ചിരിക്കുന്നത് ശരണല്ലെന്നും മറ്റു ചില ആൾക്കാരാണെന്നും എത്രയും പെട്ടെന്ന് തന്നെ ഈ മുഹൂർത്തം നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ വിവാഹം ഈ ജാനകിയേട്ടത്തി നടത്തി തരാമെന്നും നമ്മുടെ നിരഞ്ജനയ്ക്ക് വാക്കു കൊടുത്തിരിക്കുകയാണ് ജാനകി. അപ്പം ഇതൊക്കെ വിശ്വസിച്ചുകൊണ്ട് ആ ഒരു ഉറപ്പൊക്കെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ നിരഞ്ജന അപർണയോട് കട്ടയ്ക്ക് നിൽക്കുകയാണ്. ഇനി മുഹൂർത്തത്തിന് അധിക സമയമില്ലല്ലോ, ഞാനൊന്ന് പോയി ടച്ചപ്പ് ചെയ്തിട്ട് വരാമെന്നും പറഞ്ഞ് പുള്ളിക്കാരി ആ മേക്കപ്പ് റൂമിലേക്ക് കയറുക. അപ്പം ഇതെന്താ ഇവിടെ സംഭവിക്കുന്നത്? നമ്മുടെ അപർണ നേരെ പോവുക തമ്പിയുടെ അടുത്തേക്ക്. തമ്പിയോട് ചെന്നിട്ട് പറഞ്ഞു, അച്ഛാ സത്യം പറയും, സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ മേല. ദേ നിരഞ്ജന കരഞ്ഞു കൂവി നിന്നിരുന്ന നിരഞ്ജനയാ. പക്ഷെ ഇപ്പം ജാനിയേട്ടത്തി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വലിയ സന്തോഷത്തിൽ നിൽക്കുന്നുണ്ട്. എന്തായാലും അതിനൊന്നും വലിയ ആയുസില്ലല്ലോ. ഇതിന് പിന്നിൽ കളിച്ചിരിക്കുന്നത് അച്ഛൻ തന്നെയല്ലേ.
തമ്പി തന്നെയാണ് ഇതിന് പിന്നിൽ ഉള്ളത് എന്നുള്ള രീതിയിൽ നമ്മുടെ അപർണ ഇങ്ങനെ തമ്പിയുടെ അടുത്ത് സംസാരിക്കുക. എന്തായാലും മോൾ ആഗ്രഹിച്ച കാര്യം സാധിച്ചല്ലോ. കല്യാണ ദിവസം മോൾ അനുഭവിച്ച അതേ സങ്കടങ്ങൾ തന്നെ ഇപ്പൊ നിരഞ്ജനയും അനുഭവിക്കുന്നില്ലേ? നിന്റെ വിവാഹ ദിവസം അവൾ നിന്റെ ജീവിതത്തിൽ വന്ന് സൃഷ്ടിച്ച പ്രശ്നങ്ങൾ മുഴുവനും ഇപ്പതാ അവളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എൻ്റെ മോൾക്ക് സന്തോഷമായില്ലേ? ആ സന്തോഷം അയച്ചാന്നൊക്കെ പറഞ്ഞ് അവളും വലിയ സന്തോഷത്തിൽ നിൽക്കുക. പിന്നീടാണെങ്കിലോ നമ്മുടെ ഉണ്ണിത്താൻ തമ്പിയുടെ അടുത്തേക്ക് വന്നു. ദേ ഇപ്പൊ ആ സൂര്യനാരായണനെയും അഭിയെയും ആരെയും കാണുന്നില്ല. അളകാപുരി തറവാട്ടിലുള്ള എല്ലാവരും ഇവിടെ നിന്ന് മുങ്ങിയെന്നാ തോന്നുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? പോലീസിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. അങ്ങോട്ടേക്ക് ഇതാ നമ്മുടെ അമൃതയും അതുപോലെ തന്നെ ജാനകിയൊക്കെ വരികയാണ്. അജയെ അന്വേഷിച്ചുകൊണ്ട് ഇവരെല്ലാവരും ഇറങ്ങിപ്പോയിരിക്കുകയാണ് എന്നുള്ള ആ ഒരു സത്യം പറയുമ്പോൾ നമ്മുടെ അപർണയ്ക്ക് ചില ടെൻഷനുകൾ വരിക. ഇത്രയും കോൺഫിഡൻസോട് കൂടി ഈ ജാനകി കളിക്കണമെങ്കിൽ ജാനകി എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിട്ടായിരിക്കുമല്ലോ. അപ്പം അത്തരത്തിലുള്ള ഒരു ഗംഭീരമായിട്ടുള്ള വിശേഷമാണ് നെക്സ്റ്റ് വീക്ക് പ്രമോയുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഓക്കെ, താങ്ക്